മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. 35 വർഷം മുമ്പ് യമൻ സ്വദേശിയെ വിവാഹം ചെയ്ത സൗദിയിലെത്തിയ ഇന്ത്യക്കാരി ഒടുവിൽ തനിച്ച് നാട്ടിലേക്ക് മടങ്ങി. ഹൈദരാബാദ് സ്വദേശി ഫാത്തിമയാണ് സാമൂഹ്യ പ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങിയത്. ഭർത്താവ് നിയമക്കുരുക്കിൽപ്പെട്ട് നാട് കടത്തപ്പെട്ടതോടെയാണ് ഫാത്തിമ ദുരിതത്തിലായത്. 35 വർഷം മുമ്പ് യമൻ സ്വദേശി മൊഹസിൻ അസ്ലം അബേദിനെ വിവാഹം ചെയ്താണ് ഫാത്തിമ സൗദിയിലെ അൽക്കോബാറിലെത്തിയത്. സന്തോഷകരമായ കുടുംബജീവിതത്തിൽ 5 മക്കളും പിറന്നു. 3 പെൺകുട്ടികളും 2 ആൺമക്കളും. ഇവരിൽ സൗദിയിൽ ജനിച്ച 3 പേർക്ക് യമൻ പാസ്പോർട്ടും ഇന്ത്യയിൽ ജനിച്ച 2 പേർക്ക് ഇന്ത്യൻ പാസ്പോർട്ടും ലഭിച്ചു. 5ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനായി 19 വർഷം മുമ്പാണ് ഫാത്തിമ അവസാനമായി ഇന്ത്യയിലെത്തി മടങ്ങിയത്. ഇതിനിടെ കോവിഡ് കാലത്ത് ഭർത്താവിന്റെ ബിസിനസ് തകർന്നത് ഇവരുടെ സൗദിയിലെ ജീവിതം ദുസ്സഹമാക്കി. തുടർന്ന് സ്പോൺസർ മൊഹസിനെ ഉറൂബ് അഥവാ ഒളിച്ചോട്ടത്തിലും പെടുത്തി. ഹുറൂബിലകപ്പെട്ട മൊഹസിനെ 5 മാസം മുമ്പ് സുരക്ഷാ വിഭാഗം പിടികൂടി നാടുകടത്തി. കൂടെ യമൻ പാസ്പോർട്ടുള്ള 2 മക്കളും യാത്രയായി. അവശേഷിക്കുന്നവരിൽ ഒരു മകളെ നേരത്തെ തന്നെ സൗദി പൗരൻ വിവാഹം ചെയ്തിരുന്നു. മറ്റു 2 പേരിൽ ഒരു മകൾ തൊഴിൽ വിസയിലേക്ക് മാറി. അവശേഷിക്കുന്ന ഒരാളാകട്ടെ യാത്രയുടെ അവസാന നിമിഷം വിവരമറിയിക്കാതെ ഒളിച്ചോടുകയും ചെയ്തു. ഇളയ കൊച്ചിന് 19 വയസ്സുണ്ടായിരുന്നു. ഒരു ആൺകുട്ടിയാണ്. അത് പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പോയി എല്ലാം സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാം സംസാരിച്ച് പോകാനിരുന്ന് തലേദിവസം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം ഫാത്തിമയ്ക്ക് ഭയങ്കര വിഷമായി പോയി. ഇത്രയും വർഷം ഇവിടെ ജീവിച്ചു, 5 മക്കളുണ്ടായി, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. എന്നിട്ടും ഒറ്റയ്ക്ക് നാട്ടിലേക്ക് 35 വർഷത്തിന് ശേഷം ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. ഇതോടെ മാസങ്ങൾ നീണ്ട ദുരിതത്തിനൊടുവിൽ സാമൂഹ്യപ്രവർത്തകരുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ 5ാമത്തെ മകനെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങാനിരുന്ന ഫാത്തിമക്ക് ഒടുവിൽ തനിച്ച് മടങ്ങേണ്ടി വന്നു. നാട്ടിലെത്തുന്ന മുറക്ക് യമൻ വിസ സംഘടിപ്പിച്ച് ഭർത്താവിന്റെയും മക്കളുടെയും അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മടക്കം. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം.